ക്രിക്കറ്റ് താരങ്ങൾ മൈതാനത്ത് നടത്തുന്ന സിക്സറുകളും വിക്കറ്റ് നേട്ടങ്ങളും പോലെ തന്നെ കളത്തിന് പുറത്തുള്ള അവരുടെ രസകരമായ സൗഹൃദ നിമിഷങ്ങളും നർമ്മം കലർന്ന വിജയ മുഹൂർത്തങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. മുൻ ഇന്ത്യൻ നായകന്മാരായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ മുൻപും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണും തമ്മിലുള്ള സൗഹൃദത്തിന്റെ നേർക്കാഴ്ചയാണ്. മുംബൈയിൽ നടന്ന സിയറ്റ് ക്രിക്കറ്റ് അവാർഡ് ദാന ചടങ്ങിൽ വെച്ചാണ് രസകരമായ ഈ സംഭവം അരങ്ങേറിയത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായ ശ്രേയസ് അയ്യർ അടക്കമുള്ള പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു രോഹിത് ശർമ്മയുടെ തമാശ നിറഞ്ഞ ഈ പ്രകടനം. സഞ്ജു സാംസണിന്റെ നടത്തം രോഹിത് അനുകരിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറിയത്. സദസ്സിൽ രോഹിത് ശർമ്മയ്ക്കും ശ്രേയസ് അയ്യർക്കും മുന്നിലൂടെ സഞ്ജു നടന്നു നീങ്ങുന്നതാണ് വീഡിയോയുടെ തുടക്കം. സഞ്ജു നടന്നകുന്നതിന് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മലയാളി താരത്തിന്റെ നടത്തത്തെ അതേപടി അനുകരിച്ച് കാണിച്ചു. തൊട്ടടുത്തിരുന്ന ശ്രേയസ് അയ്യരുമായി ഈ രസകരമായ കാര്യം പങ്കുവെക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇരുവരും പൊട്ടിച്ചിരിക്കുന്നതും കാണാം. രോഹിത്തിന്റെയും അയ്യരുടെയും ഇരിപ്പിടത്തിൽ നിന്ന് അല്പം മാറിയിരുന്ന സഞ്ജുവും ചിരിയിൽ പങ്കുചേരുന്നത് ദൃശ്യത്തിൽ വ്യക്തമാക്കുന്നു. രോഹിത് ശർമ്മയുടെ ഈ നർമ്മബോധവും ഫണ്ണിയായുള്ള സ്വഭാവവും താരത്തെ ആരാധകർക്ക് പ്രിയങ്കരനാക്കുന്നുവെന്നാണ് വീഡിയോയിൽ താഴെയുള്ള കമന്റുകൾ സൂചിപ്പിക്കുന്നത്. ക്രിക്കറ്റിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും കളിക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഊഷ്മളമായ സൗഹൃദത്തിന് അടിവരയി ഇടുന്നതായിരുന്നു ഈ നിമിഷം. വിനോദത്തിനപ്പുറം ഈ അവാർഡ് ദാന ചടങ്ങ് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമായിരുന്നു. 2024 സിയറ്റ് T20 ബാറ്റർ പുരസ്കാരം സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ ആണ്. T20 ഫോർമാറ്റിലെ 2024 കലണ്ടർ വർഷത്തെ മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. ഈ പുരസ്കാരം സഞ്ജു തന്റെ പ്രിയ പത്നി ചാരുതലയ്ക്ക് സമർപ്പിച്ചത് ശ്രദ്ധേയമായി. ഈ വേദിയിൽ വെച്ച് സഞ്ജു സാംസൺ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഏത് പൊസിഷനിലും കളിക്കാൻ താൻ തയ്യാറാണെന്ന് സഞ്ജു വ്യക്തമാക്കി. 9ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനും ലെഫ്റ്റ് ആം സ്പിൻ എറിയാൻ ആവശ്യപ്പെട്ടാൽ അത് എറിയാനും താൻ തയ്യാറാണെന്നുള്ള സഞ്ജുവിന്റെ വാക്കുകൾ ടീം ആവശ്യപ്പെടുന്ന ഏത് ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ താൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കുന്നു. തന്റെ വിജയത്തിൽ രോഹിത് ശർമ്മ വഹിച്ച പങ്ക് എടുത്തു പറയാനും സഞ്ജു മറന്നില്ല. വിജയ ഫോർമുല മനസ്സിലാക്കാൻ 14 വർഷമെടുത്തു. രോഹിത് ഭായ്ക്ക് നന്ദി പറയുന്നു എന്നാണ് സഞ്ജു പറഞ്ഞത്. ഇത് രോഹിത് എന്ന ക്യാപ്റ്റന്റെ പിന്തുണയും സഞ്ജുവിന്റെ കരിയറിൽ അദ്ദേഹത്തിന്റെ സ്വാധീനവും വെളിപ്പെടുത്തുന്നു. ഇതിനിടെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ രീതികളെ കുറിച്ചുള്ള ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന T20 പരമ്പരയിലാണ് സഞ്ജു സാംസൺ ഇനി ഇന്ത്യക്ക് വേണ്ടി കളിക്കാനിറങ്ങുന്നത്. എന്നാൽ ഏകദിന ടീമിൽ ഉൾപ്പെടാതെ സഞ്ജു വീണ്ടും താഴെപ്പെട്ടത് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് ഓർഡർ ബാറ്റർ ആണെന്ന വാദമുന്നയിച്ചാണ് സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്തിയത്. എന്നാൽ ബാറ്റിംഗ് പൊസിഷനിലും സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ സഞ്ജു അനുയോജ്യമാണെന്ന വസ്തുത സെലക്ഷൻ കമ്മിറ്റി വിസ്മരിച്ചതായി ആരാധകർ അഭിപ്രായപ്പെടുന്നു. ഏഷ്യ കപ്പിന് സമീപമായി ഓസ്ട്രേലിയക്കെതിരായ വരാനിരിക്കുന്ന T20 പരമ്പരയിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ 5ാം നമ്പറിലായിരിക്കും. ഈ പരമ്പരയിൽ 5 മത്സരങ്ങളാണുള്ളത്. ഒക്ടോബർ 29-നാണ് ആദ്യ മത്സരം നടക്കുന്നത്. പിന്നീട് ഒക്ടോബർ 31, നവംബർ 2, 6, 8 തീയതികളിലാണ് മറ്റ് മത്സരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ താരങ്ങൾ. രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ഏകദിന ടീമിൽ സ്ഥാനം നേടിയപ്പോൾ സഞ്ജു സാംസൺ T20 ടീമിലാണ് ഇടം പിടിച്ചത്. ശ്രേയസ് അയ്യർ ഉപനായകനായാണ് ഏകദിന ടീമിലെത്തിയതും. ഒക്ടോബർ 19-നാണ് ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയ്ക്കും തുടക്കമിടുന്നത്. 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ മത്സര പര്യടനം.